കാട്ടിലെ ക്രിസ്മസ്. ഹായ് കൂട്ടുകാരെ, ഇത് ക്രിസ്മസ് സമയമല്ലേ? ഒരു ക്രിസ്മസ് കഥയായാലോ? ക്രിസ്മസ് കാട്ടിലും ആഘോഷമായി കൊണ്ടാടാൻ മൃഗങ്ങൾ തീരുമാനിച്ചു. മരം കോച്ചുന്ന ആ തണുപ്പിലും എല്ലാവരും കാടും വീടും എല്ലാം നന്നായി ഒരുക്കുന്ന തിരക്കിലാണ്. കാടിന്റെ ഒത്ത നടുക്ക് ഒരു ക്രിസ്മസ് ട്രീയും ഈ വർഷം വെക്കുന്നുണ്ട്. എല്ലാവരും അത് ഒരുക്കാൻ വേണ്ട സാധനങ്ങളുമായി എത്തിച്ചേർന്നു. കിണ്ടൻ കരടി, ചോട്ടുമുയൽ, ചിന്നുമൂങ്ങ, കുട്ടുകുറുക്കൻ, വിട്ടുമാൻ, അങ്ങനെ കാട്ടിലെ ഒട്ടുമിക്ക മൃഗങ്ങളും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. എല്ലാവരും പാട്ടും പാടി തമാശകൾ പറഞ്ഞ് ഒത്തൊരുമിച്ച് ചിരിച്ച് കളിച്ച് ക്രിസ്മസ് ട്രീ ഒരുക്കുന്ന തിരക്കിലാണ്. അപ്പോഴാണ് കുഞ്ഞുമുയൽ ആ വഴി വന്നത്. അവൻ എല്ലാവരും കൂടെ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നത് കണ്ടു. ഇത് കണ്ട കുഞ്ഞുമുയൽ പറഞ്ഞു, ഹായ്, ഞാനും കൂടട്ടെ ഈ മരം ഒരുക്കാൻ. എനിക്കും ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാ. ഇത് കേട്ട് വിട്ടുമാൻ പറഞ്ഞു, ഓ വേണ്ട വേണ്ട കുഞ്ഞുമുയലേ, ഇതൊരുക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ മുതിർന്നവർ ചെയ്തോളാം. നീ ചെറുതല്ലേ, പോയി കൂട്ടുകാരുടെ ഒപ്പം കളിച്ചു, അതാണ് നല്ലത്. അപ്പോൾ കുഞ്ഞുമുയൽ പറഞ്ഞു, പക്ഷേ ചേട്ടാ, എനിക്ക് നിങ്ങളെ സഹായിക്കണം. ചെറിയ ചെറിയ മണികൾ ഞാൻ മരത്തിൽ തൂക്കാം. ഇത് കേട്ട മൂങ്ങാച്ചേട്ടൻ പറഞ്ഞു, ഓ വേണ്ട വേണ്ട, കുട്ടികൾ ഇതൊക്കെ ചെയ്താൽ ശരിയാവില്ല, അതുകൊണ്ടാ. നീ പോയി കളിച്ചോ, അതാ നല്ലത്. ഇത് കേട്ട് മുയലിനു ഭയങ്കര സങ്കടമായി. കുഞ്ഞുമുയൽ സങ്കടത്തോടെ ഒരു മരത്തിന്റെ താഴെ ഇരിപ്പായി. അപ്പോഴാണ് അടുത്ത് തിളങ്ങുന്ന ഒരു ചുവന്ന ബോക്സ് കുഞ്ഞുമുയൽ കണ്ടത്. അവൻ ഓടിച്ചെന്ന് അതെടുത്തു. ആ ബോക്സ് ക്രിസ്മസ് അപ്പൂപ്പന്റെ വണ്ടിയിൽ നിന്നും താഴെ വീണതായിരുന്നു. അതുകണ്ട് കുഞ്ഞുമുയൽ വിചാരിച്ചു, അയ്യോ, ഈ സമ്മാനം താഴെ വീണത് അപ്പൂപ്പൻ അറിഞ്ഞു കാണില്ല. ഇതെങ്ങനെയെങ്കിലും ക്രിസ്മസ് അപ്പൂപ്പന്റെ വീട്ടിലെത്തിക്കണം. അപ്പൂപ്പൻ സമ്മാനം എല്ലാവർക്കും കൊടുക്കാൻ ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്നും പുറപ്പെടും. അതിനു മുമ്പ് ഇതവിടെ എത്തിക്കണം. ഇത്രയും വിചാരിച്ച് കുഞ്ഞുമുയൽ മഞ്ഞു വീഴുന്ന കാട്ടുപാതയിലൂടെ കഷ്ടപ്പെട്ട് നടക്കാൻ തുടങ്ങി. മഞ്ഞ് കാരണം അവന്റെ ശരീരം തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവസാനം എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് കുഞ്ഞുമുയൽ അപ്പൂപ്പന്റെ അടുത്തെത്തി. കുഞ്ഞുമുയലിനെ കണ്ട ക്രിസ്മസ് അപ്പൂപ്പൻ ചോദിച്ചു, കുഞ്ഞു, നീ എന്താ ഇവിടെ? ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ തണുപ്പത്ത് എങ്ങനെ ഇവിടം വരെ എത്തി? കുഞ്ഞു പറഞ്ഞു, അപ്പൂപ്പ, ഞാൻ ഈ സമ്മാനം തിരിച്ചു തരാൻ വന്നതാണ്. എനിക്കിത് വഴിയിൽ നിന്നും കിട്ടിയതാ. ഇത് കേട്ട അപ്പൂപ്പന് സന്തോഷമായി. ക്രിസ്മസ് അപ്പൂപ്പൻ പറഞ്ഞു, നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഞാൻ ഈ സമ്മാനം അന്വേഷിച്ചു നടക്കുകയായിരുന്നു. എന്തായാലും നീ ഇത് ഇത്ര കഷ്ടപ്പെട്ട് എനിക്ക് തിരിച്ചു തരാൻ വന്നല്ലോ. വളരെ നന്ദി. ഇനി എന്തായാലും നീ തനിച്ച് തിരിച്ചു പോകണ്ട. ഞാൻ നിന്നെ നിന്റെ കൂട്ടുകാരുടെ അടുത്ത് എത്തിക്കാം. ഇത് കേട്ട കുഞ്ഞുമുയലിന് സന്തോഷമായി. അവൻ അപ്പൂപ്പന്റെ വണ്ടിയിൽ കയറി ഗമയോടെയിരുന്നു. അപ്പൂപ്പന്റെ കൂടെ വണ്ടിയിൽ വരുന്ന മുയൽ കുഞ്ഞിനെ കണ്ട മൃഗങ്ങൾ അതിശയിച്ചുപോയി. അപ്പൂപ്പൻ എല്ലാ കാര്യങ്ങളും മൃഗങ്ങളോട് പറഞ്ഞു. ഇത് കേട്ട് ആശ്ചര്യത്തോടെ അവർ കുഞ്ഞുമുയലിനെ നോക്കി. മൂങ്ങാച്ചേട്ടൻ പറഞ്ഞു, എന്റെ കുഞ്ഞുമുയലെ, നീ എന്നോട് ക്ഷമിക്കുക. ഒരു കുഞ്ഞായ നിനക്ക് ഭംഗിയായി മരമൊരുക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നിന്നെ സങ്കടപ്പെടുത്താനായിരുന്നില്ല എൻ്റെ ഉദ്ദേശം. നീ എന്നോട് ക്ഷമിക്കുക. ഇത് കേട്ട കുഞ്ഞുമുയൽ പറഞ്ഞു, അത് സാരമില്ല ചേട്ടാ, ഇനി എന്നെയും കൂടെ കൂട്ടിയാൽ മതി. എല്ലാവർക്കും സന്തോഷമായി. ഇതെല്ലാം കണ്ടുനിന്ന് ക്രിസ്മസ് അപ്പൂപ്പൻ പറഞ്ഞു, എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വലിപ്പ ചെറുപ്പം നോക്കേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി.
അല്ലെങ്കിൽ തന്നെ ക്രിസ്മസ് എന്നാൽ എല്ലാവരും ഒത്തൊരുമയോടെ സ്നേഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.